പ്രൈസ് ദ ലോർഡ്. നമ്മുടെ ജപമാല മാസമൊക്കെ തീരാറായല്ലേ? പക്ഷേ ജപമാലയിലൂടെ അമ്മയുമായിട്ടുള്ള ആ ഒരു സ്നേഹബന്ധം അത് ഈ മാസത്തോടെ അവസാനിക്കരുത് കേട്ടോ. എൻ്റെ ഒരു കൊച്ചനുഭവം ഞാൻ പറയാം. എല്ലാ ദിവസവും പേഴ്സണലായിട്ടൊരു ജപമാല ചൊല്ലണമെന്ന് ഇങ്ങനെ ഞാൻ നിർബന്ധം വയ്ക്കാറുണ്ട്. പക്ഷേ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ രാത്രി ഉറങ്ങാറാകുമ്പോഴത്തേക്കായിരിക്കും ഓർക്കണേ അന്നത്തെ ദിവസത്തെ ജപമാല ചൊല്ലിയിട്ടില്ലല്ലോ എന്ന്. പിന്നെ എനിക്കത് വേണ്ടത്ര ആത്മാർത്ഥതയോടുകൂടി എനിക്ക് ചെയ്യാൻ പറ്റാറില്ല. അപ്പോൾ കുറേ ദിവസം ഞാൻ എന്നെ തന്നെ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്തു, ഞാൻ എന്തുകൊണ്ട് ഇത് രാത്രിത്തേക്ക് കൊണ്ടിടുന്നു? അത്രയും സ്നേഹം ഇഷ്ടമുള്ളൊരു സംഭവമായിരുന്നെങ്കിൽ ഞാൻ രാവിലെ ചെയ്താനേലോ. അപ്പോൾ എനിക്ക് ഭയങ്കര നിരാശയായിരുന്നു. ഞാൻ അമ്മേനെ വേണ്ട വിധമൊന്നും സ്നേഹിക്കണില്ല, അതുകൊണ്ടാണ് ഞാൻ ഇത് രാത്രിത്തേക്ക് കൊണ്ടിടുന്നത്. അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ ഒക്ടോബർ 17-ാം തീയതി സ്റ്റാർട്ട് ചെയ്ത നമ്മുടെ മരിയൻ കൺവെൻഷനെ പറ്റി ഞാൻ അറിയുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു പ്രത്യാശയായിരുന്നു ശരിക്കും പറഞ്ഞാൽ. കൺവെൻഷനിലൂടെ അമ്മേനെ പറ്റി കുറേ പുതിയ കാര്യങ്ങൾ കേൾക്കാമല്ലോ, കുറേ ജപമാല ചൊല്ലാമല്ലോ, പിന്നെ ഞാൻ മ്യൂസിക് മിനിസ്ട്രിയിലുള്ളത് കൊണ്ട് കുറേ പുതിയ പാട്ടുകളൊക്കെ പഠിക്കാമല്ലോ. അങ്ങനെ എനിക്ക് ഭയങ്കര ഒരു ഹോപ്പായിരുന്നു. പക്ഷേ ഈ കൺവെൻഷൻ തുടങ്ങുന്നതിൻ്റെ തലേ ദിവസമായിരുന്നു പെട്ടെന്ന് തൊണ്ടവേദന തുടങ്ങി, പനിയായി. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. ഇനിയിപ്പോൾ ഞാൻ വിചാരിച്ച പോലെ കാര്യങ്ങളൊക്കെ എനിക്ക് അമ്മേനെ പറ്റി കുറേ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുമോ എന്നൊക്കെ ഭയങ്കര ഡൗട്ടായിരുന്നു. പക്ഷേ ആ കൺവെൻഷനിലൂടെ നീളം ശരിക്കും പറഞ്ഞാൽ അമ്മയുടെ ഭയങ്കര സംരക്ഷണം എനിക്ക് അനുഭവപ്പെട്ടായിരുന്നു. പാട്ട് പാടുന്ന സമയത്തായാൽ പോലും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അസുഖത്തെപ്പറ്റി ചിന്തിക്കാതെ പൂർണ്ണമായിട്ട് എനിക്കതിൽ പങ്കെടുക്കാൻ സാധിച്ചു. ശരിക്കും പറഞ്ഞാൽ കർത്താവിൻ്റെ കൃപ തന്നെയാണ്. പിന്നീട് ആ ദിവസങ്ങളുണ്ടായിരുന്ന ഒരു അനുഭവമായിരുന്നു. ഞാനിതേപോലെ പതിവ് പോലെ രാവിലെ ആവി പിടിക്കാനായിട്ട് ഇരുന്നപ്പോൾ ആവി പിടിച്ച് കഴിഞ്ഞ് ഇത് മാറ്റി വെക്കുന്നതിനിടയിൽ എൻ്റെ കയ്യിൽ നിന്ന് ആ തിളച്ച വെള്ളത്തിൻ്റെ കണ്ടെയ്നർ പെട്ടെന്ന് താഴ്ത്ത് വീണു. താഴ്ത്ത് വീണ ഉടനെ തന്നെ അതിൽ നിന്നുള്ള തിളച്ച വെള്ളം മുഖത്തേക്കും കാലിലേക്കും വീണത്. ആ വീണ ഷോക്കിൽ ഞാനൊന്ന് ഒച്ച വെച്ച് ഞാൻ പോയി മുഖം കഴുകി. പക്ഷേ മുഖം കഴുകുന്ന സമയത്തായാലും എനിക്ക് വലിയ ചൂടങ്ങനെ അനുഭവപ്പെടുന്നുണ്ടായിരുന്നില്ല. അതും തിളച്ച വെള്ളം വീണ സ്ഥിതിക്ക് ഞാൻ കരുതി കഴിഞ്ഞു, ഇനിയിപ്പോൾ എന്താവും എന്തോന്നും പറഞ്ഞ് ഞാൻ അങ്ങനെ മുഖം കഴുകിക്കൊണ്ടിരിക്കുക. പക്ഷേ എൻ്റെ കാലിലേക്ക് വീണു. കാലിലേക്ക് വെള്ളം പോലും ഒഴിക്കാൻ ഞാൻ ഓർത്തില്ല, കാരണം എനിക്ക് ചൂട് അനുഭവപ്പെട്ടില്ല. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ ചിന്തിച്ചു, അമ്മയുടെ അത്രയും വലിയൊരു സംരക്ഷണം അത് എന്നെ ഇങ്ങനെ അമ്മ പഠിപ്പിക്കായിരുന്നു. നമ്മളപ്പോൾ ഓരോ ദിവസവും നമ്മളെ ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് അമ്മ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നുണ്ട്. പലതും നമ്മൾ അറിയുന്നില്ല. ഈ ഒരു അനുഭവത്തിലൂടെ അമ്മ എന്നെ പഠിപ്പിച്ചു തന്നതാണ്. ഇതിപ്പോൾ എനിക്ക് ചൂടാണെങ്കിൽ പൊതുവേ എനിക്ക് ഭയങ്കര പേടിയാണ്. ഞാൻ എന്ത് ചെയ്താലും ഒരു തുണി വെച്ചിട്ടേ ചൂടുള്ള എന്തെങ്കിലും മാറ്റി വെക്കാറുള്ളൂ. പക്ഷെ ആ ഒരു ധൃതിയിൽ ഞാൻ അന്ന് മാറ്റി വെച്ചതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു അനുഭവം അമ്മ തന്ന എന്നെ ഓർമ്മിപ്പിക്കാനായിരുന്നു. എന്തൊക്കെ അപകടത്തിലാണെങ്കിലും അമ്മ എപ്പോഴും കൂടെയുണ്ട് എന്നുള്ളൊരു കാര്യം. അതിനുശേഷം ശരിക്കും പറഞ്ഞാൽ പാതിരിയപ്പിയുടെ ഒരു കഥ ഞാൻ കേട്ടായിരുന്നു. അപ്പോൾ പാതിരിയപ്പിയുടെ ഒരു സുഹൃത്ത് ഇങ്ങനെ വന്ന് പറയാമായിരുന്നു, ഭയങ്കര നിരാശയോടുകൂടി വന്ന് പറയാം, ഞാൻ ക്ഷീണം കൊണ്ട് ജപമാല കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഭയങ്കര ഒരു സങ്കടമായിപ്പോയി ആ ഒരു ബ്രദറിന്. അങ്ങനെ പറഞ്ഞപ്പോൾ പാതിരിയപ്പിയോ പറഞ്ഞൊരു കാര്യമുണ്ട്. അതാണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും മനോഹരമായ ജപമാല എന്ന്. എവിടെയാണ് കൂടുതൽ പരിശ്രമമുള്ളത് അവിടെയാണ് കൂടുതൽ സ്നേഹമുള്ളത്. അപ്പോൾ നമ്മൾ ജപമാല ചൊല്ലാൻ സ്ട്രഗിൾ ചെയ്യുന്നവരാണെങ്കിൽ ഇത് ഓർത്തുകൊള്ളുക, നമ്മൾ എത്രത്തോളം പരിശ്രമിക്കുന്നോ അത്രത്തോളം സ്നേഹം ശരിക്കും പറഞ്ഞാൽ നമ്മളിലേക്ക് പരിശുദ്ധ അമ്മയിലൂടെ നമ്മളിലേക്ക് ഒഴുകും. അപ്പോൾ എത്ര സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിലും ആ ജപമാലയിൽ നിന്ന് നമ്മൾ പിടിവിടാൻ പാടില്ല. ശരിക്കും പറഞ്ഞാൽ ഈ കൺസ്ട്രക്ഷൻ വർക്കൊക്കെ നടക്കുന്നത് കണ്ടിട്ടുണ്ടോ? ആദ്യമൊക്കെ ഫുള്ള് കമ്പിയും കോലൊക്കെ ആയിട്ട് ഇത് എന്താ സാധനം എന്ന് പോലും മനസ്സിലാവാണ്ട് നമ്മളിങ്ങനെ നോക്കിയിരിക്കാറുണ്ട്. പക്ഷേ അവസാനം അത് പണിത് വരുമ്പോഴത്തേക്കും ആയിരിക്കും അതിൻ്റെ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റുക. അതുപോലെ തുടക്കത്തിൽ കമ്പിയും കോലൊക്കെ ആയിരിക്കും, ഒട്ടും ശ്രദ്ധിക്കാൻ പറ്റാണ്ട് വളരെ സ്ട്രഗ്ലിംഗ് ആണെങ്കിലും അവസാനം മാതാവ് അത് മനോഹരമാക്കി മാറ്റും. പ്രൈസ് ദി ലോർഡ്.